എന്തുകൊണ്ട് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിലൂടെ നിങ്ങൾ IMVCTക്ക് പ്രിപ്പയർ ആകണം? എന്തുകൊണ്ട് നാവിഗേറ്റർ വോയിസസിന്റെ ക്ലാസ്സസ് സ്പെഷ്യൽ ആണ്? ഇതെല്ലാം മനസ്സിലാക്കുന്നതിന് മുമ്പ് ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ വെയിറ്റേജ് നിങ്ങൾ മനസ്സിലാക്കുക. ഓരോ ക്ലാസ്, അതായത് ഓരോ ഏരിയകളുടെ വെയിറ്റേജ് IMVCTയിൽ എങ്ങനെയാണോ വരുന്നതെന്ന് മനസ്സിലാക്കുക. ഇത് പലപ്പോഴും പ്രഡിക്റ്റബിൾ അല്ല. നമുക്ക് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിങ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് എല്ലാ കുട്ടികളും പഠിച്ചുകൊണ്ട് പോകുന്ന ചാപ്റ്റേഴ്സ് കുറച്ചുണ്ട്, വളരെ സിമ്പിൾ ആയിട്ടുള്ള. അതിൽ നിന്ന് 2024-ലും 2025-ലും ഒരു ക്വസ്റ്റ്യൻ പോലും വന്നിട്ടില്ല. ഒരു 3-4 ചാപ്റ്റേഴ്സ് ഉണ്ട് ഫേമസ് ആയിട്ടുള്ള, സിമ്പിൾ ആയിട്ടുള്ള. എന്നാൽ പല കുട്ടികളും ഇഗ്നോർ ചെയ്യുന്ന ചില ചാപ്റ്റേഴ്സിൽ നിന്ന് കണ്ടിന്യൂസ് ക്വസ്റ്റ്യൻ 2024-25 ഇയേഴ്സിൽ വന്നിട്ടുണ്ട്. സോ ഇതുകൊണ്ടാണ് ഒരു ചാപ്റ്ററും മിസ് ചെയ്യാതെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിൽ നിങ്ങൾ ഇതിൻ്റെ ട്രെയിനിങ് പഠിച്ച് മനസ്സിലാക്കണം എന്നുള്ളത് പറയുന്നതിൻ്റെ കാര്യം. ഇത് ലൈവും റെക്കോർഡഡ് സെക്ഷനും നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുത്തതാണ്. അപ്പോൾ അവർ ഒരു കാരണവശാലും ഒരു ചാപ്റ്റർ മിസ് ചെയ്യാൻ സാധ്യതയില്ല. അവരെ അങ്ങനെ മിസ് ചെയ്യിപ്പിച്ച് ഞങ്ങൾ പ്രിപ്പയറും ചെയ്യില്ല.